അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ നയതന്ത്ര ബന്ധങ്ങൾക്കിടയിൽ വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പുതിയ നീക്കം പുറത്തു വന്നിരിക്കുന്നത്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനത്തിനിടയിലുണ്ടായ ഒരു നാടകീയമായ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് അമേരിക്ക പെട്ടെന്ന് നീക്കം ചെയ്യുകയായിരുന്നു. ഇന്ത്യക്കാർക്കെതിരെയുള്ള വംശീയ അധിക്ഷേപങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് റൂബിയോ നൽകിയ മറുപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ട പശ്ചാത്തലത്തിലാണ് ഈ അപ്രതീക്ഷിത നടപടി. അമേരിക്കയിൽ സമീപകാലത്തായി ഇന്ത്യക്കാർക്കും ഇന്ത്യൻ അമേരിക്കൻ വംശജർക്കും നേരെ വർദ്ധിച്ചു വരുന്ന വംശീയ ആക്രമണങ്ങളെ കുറിച്ചുള്ള കടുത്ത ചോദ്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനൊപ്പം മാധ്യമങ്ങളെ കണ്ട മാർക്കോ റൂബിയോയോട് ഈ വംശീയ അധിക്ഷേപങ്ങളെ പ്രതിരോധിക്കാൻ US ഭരണകൂടം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. എല്ലാ രാജ്യങ്ങളിലും മണ്ടന്മാരുണ്ട് എന്നായിരുന്നു വംശീയ അധിക്ഷേപങ്ങളെയും അക്രമങ്ങളെയും കുറിച്ചുള്ള ചോദ്യത്തിന് റൂബിയോ നൽകിയ തികച്ചും വിചിത്രവും തുറന്നതുമായ മറുപടി. അമേരിക്കയിൽ നടക്കുന്ന ഇത്തരം വിദ്വേഷ കുറ്റകൃത്യങ്ങളെ കേവലം വ്യക്തിപരമായ മണ്ടത്തരങ്ങളായി ലഘൂകരിച്ചു കാണാനുള്ള US വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ ശ്രമം നിമിഷങ്ങൾക്കകമാണ് സോഷ്യൽ മീഡിയയിൽ കടുത്ത ചർച്ചകൾക്ക് തുടക്കമിട്ടത്. വംശീയത പോലുള്ള ഗൗരവമേറിയ ഒരു ആഗോള പ്രശ്നത്തെ ഒരു നയതന്ത്ര പ്രതിനിധി ഇത്രയും ലളിതവൽക്കരിച്ച് സംസാരിച്ചത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. ട്വിറ്റർ, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ആഗോള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഈ ദൃശ്യങ്ങൾ അതിവേഗം വൈറലാവുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയും ചെയ്തു. ഇന്ത്യയിലെ പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ കടുത്ത അമർഷമാണ് ഈ പ്രസ്താവനയിലൂടെ ഉയർന്നു വന്നത്. വിവാദങ്ങൾ നിയന്ത്രണാതീതമായി പടരുന്നതിനിടയിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തങ്ങളുടെ ഔദ്യോഗിക പേജുകളിൽ നിന്ന് ഈ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിശബ്ദമായി നീക്കം ചെയ്തത്. ഒരു അന്താരാഷ്ട്ര കൂടിക്കാഴ്ചയുടെ ഔദ്യോഗിക ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പൂഴ്ത്താൻ അമേരിക്ക ശ്രമിച്ചത് നയതന്ത്ര ലോകത്ത് കൂടുതൽ സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യൻ മണ്ണിൽ വെച്ച് തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായ ഈ നയതന്ത്ര പതർച്ച വാഷിംഗ്ടണിന് വലിയ രീതിയിലുള്ള താൽക്കാലിക നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജയശങ്കറിനെ പോലെയുള്ള കടുത്ത നിലപാടുകളുള്ള ഒരു വിദേശകാര്യ മന്ത്രിക്ക് മുൻപിൽ US സെക്രട്ടറിക്ക് കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചില്ല എന്നത് അമേരിക്കയുടെ ആഭ്യന്തര പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിച്ചു. അമേരിക്കൻ സമൂഹത്തിൽ ഇന്ത്യൻ വംശജർ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികളെ തുറന്നു കാട്ടുന്നതായിരുന്നു ഈ വിവാദം. IT മേഖലയിലും ബിസിനസ് രംഗത്തും രാഷ്ട്രീയത്തിലും അമേരിക്കയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്ന ഇന്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ഈ ആക്രമണങ്ങൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഉന്നത തലങ്ങളിൽ ഇത്തരമൊരു നിലപാട് നിലനിൽക്കുന്നത് കൊണ്ടാണ് വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാക്കാത്തതെന്ന ആക്ഷേപവും ശക്തമാണ്. വീഡിയോ ഡിലീറ്റ് ചെയ്തതിനെ കുറിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ല. ഇതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. സാങ്കേതിക തകരാറുകൾ മൂലമാണ് വീഡിയോ മാറിയതെന്ന വാദവുമായി ചില അമേരിക്കൻ അനുകൂല വക്താക്കൾ രംഗത്തെത്തിയെങ്കിലും വിവാദ ഭാഗം മാത്രം ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് വ്യക്തമാണ്. സുതാര്യതയെക്കുറിച്ചും പരാജയങ്ങൾ മറയ്ക്കാൻ ദൃശ്യങ്ങൾ സെൻസർ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും റൂബിയോയുടെ വാക്കുകൾ നൽകിയ അതൃപ്തി നയതന്ത്ര ചർച്ചകളിൽ നിഴലിച്ചിരുന്നു. രണ്ട് ജനാധിപത്യ ശ്രമങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഇന്ത്യൻ പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്കൻ ഭരണകൂടം കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന പരോക്ഷമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഈ വിവാദം അമേരിക്കയ്ക്കുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ പ്രധാനിയായ മാർക്കോ റൂബിയോയുടെ ഈ പരുക്കൻ ശൈലി വിദേശ രാജ്യങ്ങളുമായുള്ള US-ന്റെ ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നു. വംശീയത പോലുള്ള സെൻസിറ്റീവായ വിഷയങ്ങളിൽ കൂടുതൽ വിവേകത്തോടെ സംസാരിക്കാൻ വിദേശകാര്യ സെക്രട്ടറിക്ക് സാധിക്കണമെന്നായിരുന്നു പ്രധാനമായി ഉയരുന്ന വിമർശനം. ഇന്ത്യൻ സോഷ്യൽ മീഡിയ ലോകത്തെ ഈ സംഭവം അമേരിക്കൻ വിരുദ്ധ വികാരങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും മണ്ടന്മാരുണ്ട് എന്ന റൂബിയോയുടെ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ് പ്രചരിക്കുന്നത്.
വംശീയ ആക്രമണത്തിന് ഇരയായവരോട് കാണിക്കേണ്ട അടിസ്ഥാനപരമായ അനുകമ്പ പോലും അമേരിക്കൻ സെക്രട്ടറി കാണിച്ചില്ല എന്നത് പ്രവാസി മലയാള സംഘടനകൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തുറന്ന ചർച്ചകളും സംവാദങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വിവാദങ്ങൾ ഭയന്ന് ദൃശ്യങ്ങൾ മറച്ചുവെക്കുന്ന യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ശൈലി പുതിയൊരു പ്രവണതയുടെ തുടക്കമാണ്. ഡിജിറ്റൽ യുഗത്തിൽ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ജനങ്ങളുടെ മനസ്സിൽ ഉയർന്ന ചോദ്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അമേരിക്ക മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നീക്കം വരും ദിവസങ്ങളിൽ യുഎസ് മാധ്യമങ്ങളിലും കടുത്ത വിചാരണയ്ക്ക് വിധേയമാകും. മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനത്തിലുണ്ടായ ഈ നാടകീയ സംഭവങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചെറിയ നിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. പ്രതിരോധ സാമ്പത്തിക മേഖലകളിൽ വലിയ സഹകരണം പ്രഖ്യാപിക്കുമ്പോഴും പൗരന്മാരുടെ അന്തസ്സും സുരക്ഷയും തുല്യമായി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര തർക്കം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നും അമേരിക്ക ഇതിൽ എന്ത് തിരുത്തൽ വരുത്തുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്.